ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഓൾറെഡി ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞായിരുന്നു നിഫ്റ്റി മീൻസ് ഇന്നലെ ഒരു ഫെഡ് റിസർവ് മീറ്റിംഗ് US-ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻസ് എടുക്കുമ്പോൾ കാരണം നല്ല രീതിയിൽ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്ന നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൽ നമ്മുടെ പൊസിഷൻസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് മീൻസ് ഒരു അപ്സൈഡ് വന്നേക്കുന്നത്. മീൻസ് അത് ബിക്കോസ് ഓഫ് ന്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് അത്രയും നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയത്. ദെൻ അവിടെ നിന്ന് നിഫ്റ്റി രണ്ടും പിന്നെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ആണെങ്കിലും സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് കൺസോൾട്ടേഷൻ ആയിരുന്നു. കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് പോകാൻ നോക്കി. ക്ലിയർലി റെസിസ്റ്റൻസ് ആയിരുന്നു. നമ്മളത് എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ അത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായി. ആൻഡ് കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. ഇന്നലെ അമ്മ പറഞ്ഞത് നമ്മൾ ഗ്യാപ്പ് അപ്പ് വന്നാൽ മെയിനായിട്ട് ഒരു സെൽ ഓഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ മിക്കവാറും ഒരു ട്രാപ്പ് ഉണ്ടാകാനും ചാൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്ന് ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാലും മേ ബി എല്ലാവരും സെൽ ചെയ്യാനൊക്കെ ഉള്ള മീൻസ് ഈസി ആയിട്ട് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഓൾറെഡി എല്ലാവർക്കും അറിയായിരുന്നു മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണെന്ന്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇനി മാർക്കറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ തന്നെ എന്തായാലും പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെപ്പോഴും പറയണ മാതിരി തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമുക്ക് ഇന്നത്തെ ജസ്റ്റ് ഒന്ന് അനാലിസിസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങളും വിത്ത് OI അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിഫ്റ്റിയുടെ ഇന്ന്. ഇതൊരു 4 hour ടൈം ഫ്രെയിമാണ്. ലാസ്റ്റ് നോക്കാം. നമുക്ക് 5 minutes ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് എന്താണ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്തു. പിന്നെ നിഫ്റ്റി ഒന്ന് മേളിലേക്ക് പോകാൻ ശ്രമിച്ചു. ബട്ട് അവിടെ നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഇതെല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ അതും കൂടി ഫോളോ ചെയ്യുക. ആൻഡ് അവിടെ നിന്ന് നമുക്ക് നേരെ താഴേക്ക് ഒരു ഫോൾ ഉണ്ടായി. ഡിമാൻഡ് സോൺ എത്തിയില്ല. ബട്ട് അതിനും തന്നെ നിഫ്റ്റി മീൻസ് ഓൾമോസ്റ്റ് ഇന്നലത്തെ ഒരു ഡേ ഹൈയുടെ ആ ലെവൽസിൽ വെച്ചിട്ടാണ് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി കംപ്ലീറ്റ്ലി ട്രേഡിങ് സൈഡ് വേസ് ആയിരുന്നു. ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം ഒന്ന് മേളിലേക്ക് പോകാൻ നോക്കി. ബട്ട് കുറച്ചും കൂടി ഒരു വേറെ സെൻറ്റിമെൻ്റാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായേക്കണം. നിഫ്റ്റി കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടായത്. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റായിട്ട് തന്നെ ആയിരുന്നു. കുറച്ചൊരു 30 minutesോളം ട്രേഡ് ചെയ്ത് ദെൻ സപ്ലൈ സോണിലേക്ക് പോയി. സപ്ലൈ സോണിൽ നിന്നാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ റിജക്ഷൻ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് എൻഡിങ് ആയിരുന്നു. എന്താ പറയുക, നമുക്കൊരു ബോറിംഗ് ഡേ തന്നെ ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മീൻസ് കോൾ ബട്ടർഫ്ലൈ ഒന്നും കയറില്ല. ബിക്കോസ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ മീൻസ് മെയിനായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ പറഞ്ഞായിരുന്നു ലെവൽസ് മീൻസ് ഒരു ഡയറക്ഷണൽ ട്രേഡിനെ എപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ഇത് നോക്കും ബ്രേക്കൗട്ട് മീൻസ് നമ്മൾ സോൺ ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തു. സോൺ ഒന്നും ബ്രേക്കൗട്ട് ഉണ്ടായില്ല. ആൻഡ് ഫ്ലാറ്റ് തന്നെ ആയിരുന്നു. മീൻസ് നമ്മളൊരു ബട്ടർഫ്ലൈന് കയറുമ്പോൾ കുറച്ചും കൂടി ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു 11 o'clock മുമ്പ് കയറണം. അതാണ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത്. ഇവിടെ നമുക്ക് ഒരു 10:30 ആയപ്പോഴേക്കും ഇവിടെ നമുക്ക് റിജക്ഷൻ ഉണ്ടായി. ആൻഡ് ഇവിടെ നിന്ന് ഇനിയും റിജക്ഷൻ വന്നാൽ നമ്മൾ എന്താ പറയുക, നമ്മളൊരു അനാവശ്യമായിട്ടുള്ളൊരു ട്രേഡിൽ കയറും. നമ്മൾ ഇന്നലെ അതായിരുന്നു നമുക്ക് വ്യൂ. മേളിലേക്ക് വരുന്തോറും സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് അതിനനുസരിച്ചാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ലെവൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക. അതല്ല എങ്കിൽ എന്താ പറയുക, നമുക്ക് എപ്പോഴും നമ്മൾ ഫാൾസ് എൻട്രി ഉണ്ടാവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മീൻസ് ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് OI വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ OI ആണത്. നിഫ്റ്റിയുടെ OIയിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പുട്ടൊന്നും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് താഴേക്കാണ് പുട്ട് ബിൽഡിംഗ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ മീൻസ് 22,000 താഴെ നമുക്ക് പുട്ട് ബിൽഡിംഗ് ഇല്ല. ആൻഡ് അതുപോലെ തന്നെ കോളും ഇവിടെ നിന്ന് മീൻസ് ലെസ്സാണ് പോയേക്കുന്നത്. ആൻഡ് എവിടെയും നമുക്ക് നല്ലൊരു കോൾ ബിൽഡിങ്ങും കാണാനും കഴിയുന്നില്ല. മേ ബി ഇന്ന് നമുക്കൊരു എക്സ്പയറി ഡേ ആയതുകൊണ്ടാവാം മീൻസ് ഇങ്ങനത്തെ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ എന്താ പറയുക, നാളത്തെ ലെവൽസിൽ ഒന്ന് ശ്രദ്ധിക്കുക.
22,000 സ്ട്രാഡിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 22,000 ഏത് സൈഡിലേക്ക് ബ്രേക്ക് ആവുന്നു ആ ബ്രേക്കിലും വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു കൺസോൾട്ടേഷൻ വെച്ചിട്ട് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ബിക്കോസ് ഇവിടെയും നമുക്ക് റെസിസ്റ്റൻസ് കുറവാണ്, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സപ്പോർട്ടും കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പുട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ പോവുള്ളൂ. ഇനി അതല്ല, ഇവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇവിടെ നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ ഷോർട്ട്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇനിയും ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ഇനിയും വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. ആൻഡ് അൺലെസ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ബ്രേക്ക് ആവാണ്ട് നമുക്കൊരു ഫോളും കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ കറൻ്റ്ലി നിഫ്റ്റിയിൽ ഇതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്കിനി പതിപോലെ ലെവൽസ് കാര്യങ്ങളില്ല. ബിക്കോസ് നമുക്ക് 22,000 സ്ട്രാഡിൽ തന്നെയാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലെവൽസ് മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, അതാണപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി എന്താ പറയുക, എല്ലായിടത്തും ഇതൊരു റെയർ സീനാണ്. എല്ലായിടത്തും ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് ബിൽഡിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ കോൾ ബിൽഡിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ ആണ് ബാങ്ക് നിഫ്റ്റി. ഈവൻ നമ്മൾ 48,000 വരെയും ഒരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. 47,500 47,000 48,000 48,100 എല്ലായിടത്തും ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് റേഞ്ചിലേക്ക് വന്നാലും ബാങ്ക് നിഫ്റ്റിക്കും ഒരു കൺസോൾട്ടേഷൻ മൂവ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അവിടെയും നമുക്ക് കോളും പുട്ടും ബിൽഡ് ചെയ്തത് ഒരുമിച്ചായതുകൊണ്ട് ഇവിടെയും നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങൾ OA അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്നുണ്ട്. വൺസ് ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട്, ഇതിൻ്റെ താഴെ നമുക്ക് കോൾ ബിൽഡിംഗ് ഒന്നും കാണാനും കഴിയുന്നില്ല. ഇനി ഇതിൻ്റെ താഴെ അതായത് 46,500 താഴെ വന്ന് നമുക്ക് നല്ലൊരു ഡെയിലി ക്യാൻഡിലൊക്കെ ഒരു ക്ലോസിങ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ക്യാൻഡിൽ ഫോൾസ് വരണമെങ്കിൽ മേ ബി കുറച്ചും കൂടി ഹെവി ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ലോങ് ഒക്കെ അൺവൈൻഡിങ് ആവാനും ചാൻസ് ഉണ്ട്. എവിടെയൊക്കെയാണ് ലോങ് ഉള്ളത്, ഈ ലോങ് ഒക്കെ ഷോർട്ട് ആവാൻ അൺവൈൻഡിങ് ആവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വീണാലും ഒരു സിനാരി അവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, കറൻ്റ്ലി 46,500 നമുക്ക് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, 46,700 ഓൾമോസ്റ്റ് എല്ലായിടത്തും. ഈ ഒരു ബിഗ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ 47 to 46,500 എന്നുള്ളത് ഒരു പക്ക കൺസോൾട്ടേഷൻ ലെവലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 46,500 to 46 ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 46,500 to 47,000 ഈ ഒരു റീജിയൻ അല്ലേ, അത് ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ റീജിയനിൽ മാക്സിമം വന്നാലും കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അവിടെ. അപ്പോൾ ഈ ഒരു റീജിയൻ നമ്മളെപ്പോഴും നോക്കുക. 500 നമ്മൾ ഓപ്പൺ ലെവലിൽ നിന്ന് ഒരു ഹൈ ബ്രേക്ക് ചെയ്യാം, ലോ ബ്രേക്ക് ചെയ്യാം. അവിടെ ഒരു കൺസോൾട്ടേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ അതെല്ലാവരും മൈൻഡിൽ വെക്കുക. അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ആദ്യം നമുക്ക് FISൻ്റെ വെച്ച് തന്നെ തുടങ്ങാം. FIS കുറച്ചൊരു പോസിറ്റീവായിട്ട് കാണാം. നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ FIS ലോങ്ങിലേക്ക് കോൾ വന്നിട്ടുണ്ട്, പുട്ടും അവർ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ബട്ട് ലോങ് കുറച്ചും കൂടി കൂടുതൽ കോളാണ് നിൽക്കുന്നത്. നെറ്റ് ബുള്ളിഷാണ്, ഓൾമോസ്റ്റ് ഒരു ഈക്വലായിട്ട് തന്നെ പോകുന്നത്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കുറച്ചൊന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് 5,000. അതും ഒരു ചെറിയ രീതിയിലൊരു പോസിറ്റീവ് ഉണ്ട്, അവിടെയും കാണിക്കുന്നുണ്ട്. ബട്ട് OA വെച്ചിട്ട് കുറച്ചൊരു നെഗറ്റീവ് കാണാം. OAയിൽ നമുക്ക് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പുട്ട് അവർ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്, അതോടൊപ്പം കോളും കൂട്ടിയിട്ടുണ്ട്. മേ ബി ഇവിടെ നമുക്ക് ഏത് രീതിയിൽ എവിടെയെങ്കിലും ഒരു അൺവൈൻഡിങ് വന്നാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മേളിലേക്കൊന്ന് ആ ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. ആൻഡ് സെല്ലിങ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്ക് 95,000 ആയിരുന്നു, കീപ്പ് ഓൺ സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് സെല്ലിങ് കുറഞ്ഞിട്ടുണ്ട്. അതും നമുക്കിന്ന് ഫ്ലാറ്റ് ഡേ ആയതുകൊണ്ട് ഡേൻ്റെ ഒരു സൂചനയും കൂടി അതിലുണ്ട്. 89,000 സെല്ലിംഗ് ആണ് നടത്തിയെങ്കിൽ, ബട്ട് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ FISൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് സെല്ലിങ്ങിലേക്ക് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് വേണം പറയാൻ. ലോങ്ങിലേക്ക് അവർ നല്ല രീതിയിൽ വന്നിട്ടില്ല. ആൻഡ് DAs നോക്കുകയാണെങ്കിൽ സെല്ലിങ് അവർ അൺവൈൻഡിങ് ആണ് നടത്തിയേക്കുന്നത്.
നടത്തിയേക്കുന്നത് കോളും പുട്ടും ഒക്കെ അൺവൈൻഡിങ് ആണ് നടത്തിയേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി അൺവൈൻഡ് നടത്തിയേക്കുന്നത് പുട്ടിലാണ്. സോ അത് ബുള്ളിഷാണ്. ആൻഡ് ബുള്ളിഷ് നടക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് മീൻസ് അത് നെറ്റ് ബുള്ളിഷ് ആയിട്ടുണ്ട്. മീൻസ് അത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലാണ് കാണുന്നത്. ദെൻ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ സെല്ലിംഗ് ഉണ്ട്. അവിടെ നമുക്ക് നെഗറ്റീവാണ്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ മീൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇതിൽ നമുക്ക് നെഗറ്റീവ് ക്യാൻഡിലാണ് വരുന്നത്. ഡൗൺ സൈഡിലേക്കാണ് പോകുന്നത്. മീൻസ് ഓൾമോസ്റ്റ് -6,000 സെല്ലിംഗ് കാണുന്നുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കുമ്പോഴും നമുക്ക് നെഗറ്റീവ് കാണാം. ഇന്നലെയൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ലോങ്ങിലേക്ക് അവർ വന്നിട്ടില്ല എന്നർത്ഥം. സ്റ്റിൽ ലോങ് അൺവൈൻഡിങ് തന്നെയാണ്. എൻ്റെ ലോങ് അൺവൈൻഡിങ് തന്നെ കുറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഇൻഡിസിഷൻ ഉണ്ട്. മേളിലേക്കാണെങ്കിൽ ഒരുപാട് മീൻസ് റെസിസ്റ്റൻസ് ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. മീൻസ് പുട്ടാണ് അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നത്. സ്റ്റിൽ എന്താ പറയുക, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഇൻഡെക്സിൽ അവർ മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അവർ സെല്ലിങ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ FIS സ്ലൈറ്റ്ലി ആ ബെയറിഷ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഡേസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അവർ ഏകദേശം ആ ഒരു ബെയറിഷ്നെസ് മീൻസ് ഓൾമോസ്റ്റ് അവർ ആ ലെവലിൽ വെക്കുന്നുണ്ട്. ലോങ്ങിലേക്ക് നല്ല രീതിയിൽ ലോങ്ങിലേക്ക് FIയും DIയും പോയിട്ടില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം. ദെൻ ഇതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ക്യാഷ് മാർക്കറ്റിൽ FIS സെല്ലിംഗ് ആണ് ആൻഡ് DIS ഡബിൾ ദ ക്വാണ്ടിറ്റി ആണ് DIS വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാഷ് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കറൻ്റ്ലി നമുക്ക് വലിയൊരു ഫോള് കാര്യങ്ങളുടെയും ഇപ്പോഴും ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് മാർച്ച് നോക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. ബട്ട് FI ഒരാൾ മീൻസ് സെല് ചെയ്യുമ്പോൾ DI വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ FI വാങ്ങുമ്പോൾ DI സെല് ചെയ്യുന്നത് മീൻസ് നോർമലായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒരു മീൻസ് ആ ലെവലിൽ വന്നാലും ഒരു കൺസോൾട്ടേഷനിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമും കൂടി വെച്ച് നോക്കാം. നമ്മൾ പറഞ്ഞ ലെവൽസിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് എന്താണ് മീൻസ് ഇന്ന് നമുക്ക് വന്നിട്ടൊരു ഫോൾ ഉണ്ടായില്ലല്ലോ. ഇനി മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു റീസൺ തന്നെ ജസ്റ്റ് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 13th മാർച്ചിൽ നിന്ന് നല്ലൊരു ഫോളായിരുന്നു അല്ലേ, കീപ്പ് ഓൺ ഫോളിങ് ആയിരുന്നു. ആൻഡ് ഈ ലെവൽ നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമ്മൾ 21,800 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്കൊരു പുൾ ബാക്ക് കിട്ടുന്നതും. ബട്ട് അതും എന്താ പറയുക, ഒരു കറക്റ്റ്ലി ഫോർമേഷനിലുള്ള പുൾ ബാക്കൊന്നും ആയിട്ടില്ല, അതിപ്പോഴും പറയാം. ദെൻ ഇവിടെ നമുക്ക് എന്താ നല്ലൊരു ഗ്യാപ്പ് അപ്പ്. അത് മെയിനായിട്ട് ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഇന്നലത്തെ മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫെഡ് റിസർവിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ബട്ട് ഇവിടെ നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിലാണ് 4 hour ടൈം ഫ്രെയിമിലും നമുക്ക് വന്നേക്കുന്നത്. സോ ഇത് നമുക്ക് നല്ലൊരു കണ്ടീഷൻ അല്ല. നമ്മളിപ്പോഴും മേളിലേക്ക് ചിന്തിക്കൽ റിസ്ക് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനൊന്നും അല്ല. ഇനി വേണമെങ്കിൽ മേളിൽ ഓപ്പൺ ആവാം ആൻഡ് FIDA ഡാറ്റയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോഴും നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ നോക്കുക, 21,100 മേളിൽ വേണമെങ്കിൽ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ആയിരിക്കാം മീൻസ് നിഫ്റ്റി ഒന്ന് ഫോൾ ആവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നോക്കുക. ഈ ഒരു സെഷൻ എന്നൊക്കെ പറയുന്നത്, ഈ ഒരു റീജിയൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കൺസോൾട്ടേഷനിൽ മാക്സിമം ചാൻസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു സെല്ലിങ് മേ ബി ഒരു മേളിൽ നിന്നായിരിക്കും. എന്തായാലും ഒരു സെല്ലിങ് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് പ്രോപ്പർലി ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് അല്ല മീൻസ് ലോ ലെവലിൽ നിന്ന് തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും മേളിൽ നിന്ന് ഒരു സെല്ലിങ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അത് മൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നല്ല താഴെ നിന്ന് വരണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണ് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിലൂടെ അറിയിക്കാം. മെയിനായിട്ട് 4 hour ടൈം ഫ്രെയിം വന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ബിഗ് ആയിട്ട് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നമുക്കൊരു കൺഫേം ആയിട്ട് മേളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയും പറയാം. സെയിം സീനാരിയോ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും നമുക്ക് നല്ലൊരു പ്രോപ്പർ റിവേഴ്സ് അല്ല തന്നേക്കുന്നത്. ഇവിടെ നല്ലൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ഒരു പുൾ ബാക്ക് മാത്രമാണ് നടത്തിയേക്കുന്നത്. മേ ബി ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലാണ്. വൺസ് ബാങ്ക് നിഫ്റ്റി 47ൻ്റെ മേളിലെങ്ങാലും നിൽക്കുകയാണെങ്കിൽ ശരി നല്ല രീതിയിലുള്ള മീൻസ് ഇപ്പോൾ 46 ഓൾമോസ്റ്റ് 600 to 700 പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് വന്നാൽ ഇവിടെ നിന്ന് നല്ലൊരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസസ് അധികമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും കീപ്പ് ഓൺ, കാരണം ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നല്ലൊരു മൂവ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള മൂവ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫീൽ ആവുന്നില്ല. ഇനി ഈ ഒരു ലെവൽസിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലൊരു ക്യാൻഡിൽ ഫോം
ഭാഗ്യമാണെങ്കിൽ നമ്മളെന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെയും നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ അറിയിക്കും. മേ ബി ഞാൻ മാക്സിമം മീൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവൽസിൽ നിന്നുള്ള സെൽ ഓഫ് തന്നെയാണ്. മീൻസ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസിങ് വന്ന് ഇവിടെ നിന്ന് മേ ബി ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മേ ബി ഒരു സെൽ ഓഫ് ആയിരിക്കണം. ആൻഡ് ഇവിടെ ഒരു ക്ലോസിങ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബൈ ക്യാൻഡിൽ വരുമ്പോഴായിരിക്കണം ബാങ്ക് നിഫ്റ്റിക്കും ഒരു ഹൈ ലെവൽ ക്രോസ് ചെയ്യുക എന്നുള്ളത്. സോ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ വെച്ചിട്ട് മീൻസ് ഞാൻ പറയുന്നത്. ആൻഡ് നിങ്ങളുടേതായ ഒരു നിങ്ങളുടേതായ ഒരു അനാലിസിസും കൂടി എപ്പോഴും നടത്താൻ ശ്രമിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. മീൻസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ക്യാപിറ്റൽ സേഫായിട്ടുള്ള ട്രേഡിൽ മാത്രം ഒന്ന് കയറാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.